എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക് ദഹന സംബന്ധമായ ചില ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. ഇതുപോലുള്ള ഇഷ്യൂസിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഓവർകം ചെയ്ത് എങ്ങനെയാണ് വെയിറ്റ് ലോസ് കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും തന്നെ ദഹന സംബന്ധമായിട്ട് ഇഷ്യൂസ് ഒന്നും കാണിക്കാറില്ല. ചില ആളുകൾക്ക് മാത്രമാണ് ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കണ്ടുവരാറ്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് വളരെ കോമൺ ആയിട്ട് ചില ആളുകളിൽ കണ്ടുവരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മോഷന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാലറി വളരെയധികം കുറവാണ്. ഇൻടേക്ക് ചെയ്യുന്ന കാലറി കുറവായതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടും വളരെ കുറവായിരിക്കും. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകൾ കമ്പയർ ചെയ്യുന്ന അവരുടെ നേരത്തെ ഫുഡ് ഹാബിറ്റ് വെച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നേരത്തെ ഒരു ഫുഡ് ഹാബിറ്റ് അല്ല നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നോർമലി നമ്മൾ വളരെ കാലറി കുറച്ചിട്ടുള്ള ഫുഡ് ഹാബിറ്റാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ രാവിലെ കഴിക്കുന്ന ന്യൂട്രീഷൻ ഷേക്ക് ആയാലും ഡിന്നറിന് കഴിക്കുന്ന ന്യൂട്രീഷൻ ഷേക്ക് ആണെങ്കിലും ഒരുപാട് വേസ്റ്റേജ് പുറന്തള്ളി പോകാനുള്ളതില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന നോർമൽ ഭക്ഷണത്തിന്റെ വേസ്റ്റേജ് മാത്രമാണ്. അപ്പോൾ നോർമലി നമ്മൾ ഇൻപുട്ട് വളരെ കുറവായിട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടും വളരെ കുറവായിരിക്കും. ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ വെയിറ്റ് ലോസ് സമയത്ത് നമുക്ക് മോഷൻ വളരെ ക്വാണ്ടിറ്റി കുറവാണ് പോകുന്നുള്ളത് വേറെ തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമല്ല. ഇത് നോർമൽ ഒരു പ്രൊസീജിയർ മാത്രമാണ്. നിങ്ങൾ വളരെ കൃത്യമായിട്ടാണ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം 3 ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് വരത്തുള്ളൂ. കാരണം നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന കാലറി വളരെയധികം കുറവാണ്. പണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ വലിച്ചു ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല. വളരെ ലിമിറ്റായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റേജ് വളരെയധികം കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കാതെ കൃത്യമായിട്ട് പ്രോഗ്രാം ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. ഇത് നോർമൽ ഒരു പ്രൊസീജിയർ മാത്രമാണ്. നമ്പർ 2, ഗ്യാസ് ട്രബിൾ. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂ ഉണ്ടാവാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ, ചില ആളുകൾക്ക് പാലുൽപ്പന്നങ്ങൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. അതിനെന്തെങ്കിലും അലർജറ്റിക് ഉണ്ടായിരിക്കും. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ അതിൻ്റെ വേ പ്രോട്ടീൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. അത് പാലിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അലർജറ്റിക് ഉണ്ടാകുന്ന വ്യക്തികൾക്ക് നമ്മുടെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള ഇഷ്യൂസിന് ഓവർകം ചെയ്തിട്ട് വെയിറ്റ് ലോസ് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാനായിട്ട് പ്രോട്ടീൻ പൗഡർ സ്കിപ്പ് ചെയ്യുക. അതിന് പകരമായിട്ട് നിങ്ങളുടെ ന്യൂട്രീഷൻ പ്രോഡക്ട്സിന്റെ യൂസേജ് പേഴ്സണലൈസ് ചെയ്ത് യൂസ് ചെയ്യുക. വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗ്യാസ് ട്രബിൾ ഇഷ്യൂ കണ്ടുവരുന്നത്. എന്നാൽ ചില വ്യക്തികൾക്ക് പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അലർജിക്ക് ഉണ്ടെങ്കിൽ പോലും പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പാലുൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അലർജി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഫോം ആവുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണങ്ങളെല്ലാം തന്നെ സ്കിപ്പ് ചെയ്യുക. ഇതുപോലെ ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്ന വ്യക്തികൾ നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചതിന് ശേഷം നിങ്ങളുടെ ഡയറ്റ് ഒന്ന് റീചാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു കാര്യം, വെയിറ്റ് ലോസ് സമയത്ത് നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്ക് ഗ്യാസ് ട്രബിൾ ഫോം ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഗ്യാസ് ട്രബിൾ ഇഷ്യൂ തോന്നുന്നത് ആ സമയത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു സ്കൂപ്പ് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ മിക്സ് ചെയ്തിട്ട് കുടിക്കുക. ഇതുപോലെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗ്യാസ് ട്രബിളിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ദഹന സംബന്ധമായി ബന്ധപ്പെട്ട് ഈ 2 ഇഷ്യൂസ് ആണ് വളരെ കോമൺ ആയിട്ട് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന സമയത്ത് കണ്ടുവരുന്നത്. വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് ഡൈജഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വയറ് നന്നായാൽ മാത്രമാണ് നമ്മുടെ ഉയിര് നന്നാവുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഡൈജഷൻ ആക്ക് പ്രോപ്പർ ആയിരുന്നാൽ മാത്രമാണ് കൃത്യമായുള്ള വെയിറ്റ് ലോസ് നമുക്ക് നടക്കത്തുള്ളൂ. വെയിറ്റ് ലോസ് സമയത്ത് ഡൈജസ്റ്റീവ് ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചില ടിപ്സ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് പറയാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ വെയിറ്റ് ലോസിനെ ഫാസ്റ്റ് ആക്കാനും വളരെ സ്മൂത്ത് ആക്കാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. വെയിറ്റ് ലോസ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന സമയത്ത് ലഞ്ച് സമയത്താണ് എല്ലാവരും തന്നെ ഹാർഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യുന്നത് ഫാസ്റ്റ് ആക്കാനായിട്ട് ഉച്ചത്തെ ഭക്ഷണത്തിന് ശേഷം ചൂടായിട്ട് എയർ ഫ്രഷ് എനർജി ഡ്രിങ്ക് കുടിക്കുക. ഇതുപോലെ ഭക്ഷണത്തിന് ശേഷം എയർ ഫ്രഷ് എനർജി ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, പേരയ്ക്ക തൊണ്ടോടുകൂടി കഴിക്കുന്നത് നമ്മുടെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ചെറു ചൂടുവെള്ളമോ നോർമൽ വാട്ടറോ കുടിക്കുന്നത് ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നതിന് മുന്നേ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങളുണ്ട്. അത് ചെറുതായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ചെറിയ ടിപ്പുകൾ. ഇനി നിങ്ങളുടെ ഡൈജഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും നിങ്ങളുടെ ഡൈജഷൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഹെർബലൈഫ് ന്യൂട്രീഷൻ തന്നെ നിരവധി പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഹെർബൽ അലോ കോൺസെൻട്രേറ്റ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഹെൽത്തി ആയിട്ട് വെക്കാനും
അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. നമ്പർ 2 ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്. ഈ പ്രോഡക്റ്റ് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഡെയിലി ബേസിൽ കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഫൈബർ കണ്ടന്റ് ലഭിക്കത്തുള്ളൂ. ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സിൽ കമ്പനി ഇൻക്ലൂഡ് ചെയ്തിരിക്കും അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള ഫൈബർ കണ്ടന്റ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ആക്റ്റീവ് ഫൈബർ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആക്റ്റീവ് ഫൈബർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ട ഫൈബർ കണ്ടന്റ് കൃത്യമായിട്ട് ലഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷൻ എല്ലാം കൃത്യമായിട്ട് നടക്കുകയും ചെയ്യുന്നതാണ്. ഡൈജഷൻ പ്രോപ്പർ ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. നമ്പർ 3 കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടി ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ത്രിഫല എന്നാണ് പ്രൊഡക്റ്റിന്റെ പേര്. ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ത്രിഫലയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയാവുന്നതാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കമ്പനി ആയുർവേദ പ്ലസ് ലേറ്റസ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ത്രിഫല. ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡൈജസ്റ്റീവ് പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ത്രിഫല. ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകാനും ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്പർ 4 സിംപ്ലി പ്രോബയോട്ടിക്. ഈ പ്രോഡക്റ്റ് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോഡക്റ്റ് ആണ് സിംപ്ലി പ്രോബയോട്ടിക്. ഈ പ്രോഡക്റ്റ് സാഷേ രൂപത്തിലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 30 ദിവസത്തെ പ്രോഡക്റ്റ് ആണ് ഒരു പാക്കേജിനുള്ളിൽ വരുന്നത്. ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഗുഡ് ബാക്ടീരിയയുടെ കൾച്ചറിനെ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ ഡൈജഷൻ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഡൈജഷൻ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വെക്കാനും ഈ പ്രോഡക്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ട് വെയിറ്റ് ലോസ് നമുക്ക് സംഭവിക്കത്തുള്ളൂ. വെയിറ്റ് ലോസിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ ഇംപ്രൂവ് ചെയ്യാനും ഡൈജസ്റ്റീവ് ഹെൽത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. ഡൈജസ്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ ടിപ്സുകളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രോഡക്ട്സുകളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക. ഡൈജസ്റ്റീവ് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്തിട്ട് വെയിറ്റ് ലോസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. അതല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഹെർബാലിഫുമായി ബന്ധപ്പെട്ടോ ഹെർബാലിഫ് ഫോളോപ്പുമായി ബന്ധപ്പെട്ടോ ഹെർബാലിഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും റിപ്ലൈ തരുന്നതാണ്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തി ഓൾ ഫാമിലി ഹോസ്പിറ്റലിൽ മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.